ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആനി. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ട് ഒരു ചാറുകറിയാണ്. വഴുതനങ്ങ നമ്മൾ കൂടുതൽ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള കറികളാണ് കൂടുതലും വീട്ടിലുണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ചാറുകറിയാണ്. അപ്പോൾ ചാറുകറി ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ചിലർക്ക് മറ്റെന്ത് കറി ഉണ്ടെങ്കിലും ഒരല്പം ചാറുകറി ഉണ്ടെങ്കിലാണ് ചോറ് കഴിക്കാനായിട്ടൊക്കെ വളരെ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഒരു വഴുതനങ്ങ കറി ഉണ്ടാക്കി നോക്കിയത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ആ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വഴുതനങ്ങയാണ്. അത് നമുക്ക് അത്യാവശ്യം വലിപ്പത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യാം. കുറച്ച് വീതിയിലൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. കൂടുതൽ വഴുതനങ്ങ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഒരെണ്ണമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 4 ചെറിയ ഉള്ളി, വെളുത്തുള്ളി അല്ലി ഒരു 7 എണ്ണം, പിന്നെ പച്ചമുളക് ഒരെണ്ണം, പിന്നെ നമുക്ക് കുറച്ച് പീര വേണം, അതുപോലെ ഒരല്പം ഉപ്പ്, 1 ടീസ്പൂൺ നല്ല ജീരകം. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പീരയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും അല്പം ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ അല്പം ഉപ്പൊക്കെ ചേർത്ത് നമ്മളൊന്ന് അരച്ചെടുക്കും. എന്നിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചാറാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിവിടെ ഒരു 1/4 മുറി തേങ്ങയാണ്, അതിൻ്റെ പീരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ജീരകം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കുക. ഇതിന് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി വെണ്ണ പോലെയൊന്നും അരയണ്ട. ഇപ്പം ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് വഴുതനങ്ങ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ നമ്മൾ അരിഞ്ഞ ശേഷം 1-2 പ്രാവശ്യം ഒന്ന് കഴുകി കളയുക. അതിൻ്റെ അകത്തൊരു കറ പോലെ ഉണ്ടാകും. ഇതിപ്പോൾ അങ്ങനെ കഴുകി കളഞ്ഞതുകൊണ്ടാണ് ഇത്രയും കളറിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാളും ഡാർക്കായിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് 2 പ്രാവശ്യം വല്ല ഒന്ന് കഴുകി കളഞ്ഞാൽ അത് നന്നായിട്ട് ക്ലിയർ ആയി കിട്ടും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടപ്പത്ത് വെക്കുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചത് വേവിച്ചാൽ മതി. ചെറിയ തീയിൽ വേവിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ വെന്ത് വരും. നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് ഒത്തിരി വെന്ത് പോകരുത്, ആ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ തീരെ നേർമിഞ്ഞാണ് നമ്മൾ ഈ വഴുതനങ്ങ അരിയണമെങ്കിൽ പെട്ടെന്ന് വെന്ത് പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരല്പം വലുതായിട്ട് കട്ട് ചെയ്യുക, അതുപോലെ വേവ് നോക്കുക. അതാണ് അതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അരപ്പ് കൂട്ട് ഞാനിവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ ഒന്നുകൂടി നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമ്മുടെ കറിയിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് കുറച്ചൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരല്പം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഉണക്കമുളക് 2 എണ്ണം ചേർക്കുന്നുണ്ട്. 2 ചെറുതാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ഉള്ളി മതി, ചെറിയ ഉള്ളി. അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അത് കട്ടായി പോയി ആ പാർട്ട്. മുളക് നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്ത ശേഷം വേണം ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതുണ്ടാക്കി കൊടുത്തു കഴിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.